ഇത് യു പിയിലാണെങ്കിൽ ഇന്ന് ഈ നേരം കൊണ്ട് അവരെ എൻകൗണ്ടർ അടിച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ടാവും. കേന്ദ്രത്തിന്റെ പൈസ ഇല്ലാത്ത ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധ്യവുമല്ല. ബി.ജെ.പി കുറെ പുളു അടിച്ചു എന്നല്ലാതെ അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് കേന്ദ്രം പണം തരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ബി.ജെ.പിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിൽ നിന്നോ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നോ അല്ല തരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ എപ്പോഴും കേരളത്തിലൊരു ബൈപോളാർ കോൺടെസ്റ്റ് അല്ലേ നടക്കുക, LDF വേഴ്സസ് UDF എന്നുള്ള നിലയിൽ. ഭരണത്തെ അനുകൂലിക്കുന്നവർ LDF-നും ഭരണവിരുദ്ധ വോട്ടുകൾ UDF-നും കോൺസെൻട്രേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഉറച്ച പൊളിറ്റിക്കൽ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുകയല്ലേ ചെയ്യുക. ഇപ്പോൾ നോക്കൂ, 2019 വളരെ മികച്ച പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു, 30 ലക്ഷത്തിലധികം വോട്ട് നേടി. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മികച്ച രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട രീതിയിൽ BJP പെർഫോം ചെയ്തു. പക്ഷേ നിയമസഭയിലേക്ക് പോകുമ്പോൾ അതുണ്ടാവുമോ? LDF വിരുദ്ധ ഭരണവിരുദ്ധ വോട്ടുകൾ അതിൻ്റെ ഒരു നാച്ചുറൽ ബെനിഫിഷ്യറി എന്നുള്ള നിലയിൽ UDF അവിടെ ഉണ്ട്. ഭരണാനുകൂല വോട്ടുകൾ അല്ലെങ്കിൽ UDF വിരുദ്ധ വോട്ടുകൾ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്നുള്ള നിലയിൽ LDF ഉണ്ട്. ഇത് ബൈപോളറായി പോകുമ്പോൾ വലിയ നഷ്ടം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? കേരള രാഷ്ട്രീയം അങ്ങനെയായിരുന്നു, ബൈപോളാർ പൊളിറ്റിക്സ് ആയിരുന്നു. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, കേരളത്തിൽ BJPക്ക് അന്ന് ഒരു 10-30 വർഷം മുന്നേ ഇത്രയും ശക്തി ഉണ്ടായിരുന്നില്ല. 10-20 വർഷം മുന്നേ വരെ ഇത്രയും ശക്തി ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ട്, കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നു, തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ചിരുന്നു. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ അതിപ്പോൾ BJPക്ക് ഉണ്ടാവും ആ ഗുണം. ഇന്ത്യ ഭരിക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി വരും. കോൺഗ്രസ്സിന് കേന്ദ്രത്തിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് 12 വർഷമായി. അതിൻ്റെ ക്ഷീണം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ആ കോൺഗ്രസ്സിന് ആ ക്ഷീണമുണ്ട്. രണ്ട്, കഴിഞ്ഞ 20 വർഷം കൊണ്ട് BJP 5, 6, 7% വോട്ടിൽ നിന്നും ഏതാണ്ട് 20-ലേക്ക് ഉയർന്നു. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് ജയിച്ചു. ഒരു നിയമസഭാ സീറ്റ് ജയിക്കുന്ന പോലെയല്ല ഒരു ലോക്സഭാ സീറ്റ് ജയിക്കുക. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരി, ഏറ്റവും കൂടുതൽ വാശിയേറിയ മത്സരം എപ്പോഴും തലസ്ഥാന നഗരിയിലാണ് നടക്കുക. ആ തലസ്ഥാന നഗരിയുടെ ഭരണം BJP പിടിച്ചെടുത്തു. അപ്പോൾ ചരിത്രത്തിലില്ലാത്ത നേട്ടമാണ് ലോക്സഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായത്. അതിന് കാരണം ഒന്ന്, കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് സംഭവിച്ച ക്ഷീണമാണ്. രണ്ട്, ഞങ്ങൾക്ക് കേരളത്തിലുണ്ടായ വളർച്ചയാണ്. അപ്പോൾ ആ ഒരു സംവിധാനം, ആ ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ മുൻ അടൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഞങ്ങളെ കൂടെ വന്നിരിക്കുന്നു. അദ്ദേഹം കുന്നത്തുനാട് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു. ഞാനിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ കുന്നത്തുനാട്ടിൽ BJPക്ക് കിട്ടിയ വോട്ടും 2020ക്ക് കിട്ടിയ വോട്ടും കൂടി കൂട്ടിയാൽ 54,000-ലധികം വരും. അവിടെ ജയിച്ച ബെന്നി ബെഹനാന് 51,000 വോട്ടേ കുന്നത്തുനാടുന്നുള്ളൂ. അപ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 2020യുടെ വരവ്, ഇതെല്ലാം വലിയ വ്യത്യാസമുണ്ടാവും. ചരിത്രത്തിലില്ലാത്ത വിജയം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവും. പിന്നെ ഒരു കാര്യം, കേരളത്തിൽ ഇത്തവണ നിങ്ങൾ എന്തു പറഞ്ഞാലും ശബരിമല വലിയൊരു വിഷയമാണ്. ഒന്ന്, അവിടെ നടന്ന സ്വർണ്ണക്കൊള്ള. രണ്ട്, അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പൊടിച്ചത്. മൂന്ന്, കോടതിയുടെ ഭാഷയിൽ തന്നെ തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ ഒരു തന്ത്രിയെ പിടിച്ച് 41 ദിവസം ജയിലിലിട്ടത്. ഇത് ഇടതുപക്ഷത്തിന് വലിയ ബാധ്യതയാണ്. അത് മറികടക്കാൻ അവർക്ക് സാധ്യമല്ല. അതോടൊപ്പം ആരോഗ്യരംഗം കുത്തഴിഞ്ഞത്, വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞത് ഒക്കെ പോട്ടെ, മോഹൻലാലിൻ്റെ ആര്യൻ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് ഇന്ന് കൊല്ലത്തുണ്ടായത്. ഓർമ്മയുണ്ടാവും, മോഹൻലാലിൻ്റെ ആര്യൻ സിനിമയിൽ ടാക്സിയിൽ ചേസ് ചെയ്ത് ടാക്സിയുടെ മുകളിലൂടെ ചാടി ഇറങ്ങി വെടിവെച്ച് കൊല്ലുന്നത്. അതുപോലെയാണ് ഇന്ന് കൊല്ലത്ത് നടന്നത്. പട്ടാപ്പകൽ നാഷണൽ ഹൈവേയിൽ വെച്ചിട്ടാണ് കുറച്ചു പേർ വേറൊരുത്തനെ കൊന്നത്. ഇവിടെ എന്ത് ക്രമസമാധാനം? നിങ്ങൾ എന്ത് ക്രമസമാധാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്? ഇത് യു പിയിലാണെങ്കിൽ ഇന്ന് ഈ നേരം കൊണ്ട് അവരെ എൻകൗണ്ടർ അടിച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ടാവും. അറിയോ? ഈ മാഫിയ, കള്ളക്കടത്ത്, ഈ മയക്കുമരുന്ന് മാഫിയയെ നിങ്ങളിനിപ്പോൾ ജയിലിലൊക്കെ പിടിച്ചിട്ട് അവർക്ക് ബിരിയാണിയും കൊടുത്ത് കൂട്ടും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ ഈ സ്വർണ്ണക്കടത്ത് കളവ് കേസിലെ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയ പോലെ ഇറങ്ങും. എന്നിട്ട് അടുത്ത കൊലപാതകം നടത്തും. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ക്രമസമാധാനവും ഇല്ല. പരാജയമാണ്, അമ്പേ പരാജയമാണ്. പിന്നെ വികസന പ്രവർത്തനം, നാഷണൽ ഹൈവേ 63,000 കോടി രൂപ, അതിൽ 58,000 കോടി രൂപയും കേന്ദ്രത്തിൻ്റെ, 7,000 കോടി രൂപ ചെലവഴിച്ച് 35 റെയിൽവേ സ്റ്റേഷൻ നന്നാക്കുന്നു. ജയിൽ പൈപ്പ് ലൈൻ കേന്ദ്രത്തിൻ്റെ, ജൽജീവൻ മിഷൻ 50% കേന്ദ്രത്തിൻ്റെ. കേന്ദ്ര സഹായമില്ലാതെ ഏത് പരിപാടി ഇവിടെ നടക്കുന്നത്? എന്ത് വികസന പ്രവർത്തനം നടക്കുന്നത്? നിങ്ങളിപ്പോൾ ആവാസ് യോജന, നിങ്ങൾ വീട് കൊടുത്തു. നിങ്ങൾ 4 ലക്ഷം വീട് കൊടുത്തതിൽ ഗ്രാമീണ ആവാസ് യോജനയ്ക്ക് 72,000 രൂപയും നഗരത്തിലെ ആവാസ് യോജനയ്ക്ക് 1.5 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ പൈസ ഇല്ലാത്ത ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധ്യവുമല്ല. അത് ആരോഗ്യ മേഖലയാവട്ടെ, എല്ലാം. നിങ്ങളല്ലേ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നും കേന്ദ്രത്തിനും പേരിടില്ല. ഇപ്പം നിങ്ങൾ പേരിട്ടല്ലോ.
നിങ്ങൾ പേരിട്ടല്ലോ, കേന്ദ്രത്തിൻ്റെ പൈസയും വാങ്ങി നിങ്ങൾ പേരിട്ടു. PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതിക്ക് നിങ്ങൾ തത്വത്തിൽ വേണ്ടാൻ തീരുമാനിച്ചു, തലയിൽ മുണ്ടിട്ട് ഡൽഹി പോയി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് CPI-ക്കാർ ഉടക്കിയപ്പോൾ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഇതൊന്നുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടക്കുന്ന വികസന പ്രവർത്തനം മാത്രമേ കേരളത്തിൽ നഗ്ന നേത്രം കൊണ്ട് കാണാനുള്ളൂ. മറ്റേതൊക്കെ ഡയലോഗിലുണ്ട്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ കാണാനില്ല. അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ BJP ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ് വരെ പരാജയമാണെന്ന് പ്രതിപക്ഷം പറയുന്നു. ഒപ്പം കേന്ദ്രത്തിന്റെ പണമില്ലാത്ത, കേന്ദ്രത്തിന്റെ മുദ്രയില്ലാത്ത എന്ത് പദ്ധതി, എന്ത് ക്ഷേമ പദ്ധതി നിങ്ങൾ നടപ്പാക്കിയെന്ന ചോദ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ജനങ്ങളെ ബോധിപ്പിച്ചാണ് വോട്ട് വാങ്ങിക്കുക? ഇപ്പോ തിരുവനന്തപുരം നഗരസഭ BJP ജയിച്ചപ്പോ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഏതോ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുന്നു, പുറത്തുവിടുന്നു, ആ സിറ്റിയെ വികസന സിറ്റിയായിട്ട് മാറ്റുന്നു എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലാം മോഹനസുന്ദര വാഗ്ദാനങ്ങളാ തന്നെ. ഏതെങ്കിലും ഒരു പ്രഖ്യാപനം തിരുവനന്തപുരത്തെ നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ട്, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ട് നടത്തിയോ? BJP കുറെ പുളു അടിച്ചു എന്നല്ലാതെ അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഒരു ലോക്സഭാ മണ്ഡലം അവർ ജയിച്ചു, പിന്നെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് എങ്ങോട്ട് പോയി? അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളെ ഭിന്നിക്കാൻ വേണ്ടി മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നിന്ന് 100 രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ, കേന്ദ്രം നികുതിയായിട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തിന് തിരിച്ചു തരുന്ന 26 രൂപയാണ്. ബാക്കി 74 രൂപയും കേന്ദ്രം കൈവശം വയ്ക്കുക. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് കേന്ദ്രം പണം തരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് BJP-യുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിൽ നിന്നോ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നോ അല്ല തരുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഇവിടെ 6 ലക്ഷവും 7 ലക്ഷവും രൂപ കൊടുത്ത് വീട് പണിയുമ്പോൾ അതിൽ ഞങ്ങൾ 72,000 രൂപ ചില ആളുകൾക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 5 ലക്ഷം വീട്, ഒരു ദിവസം 133 പേർക്ക് വീട് കൊടുക്കുന്നു, ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്നു, ഒരു ദിവസം 87 പേർക്ക് സർക്കാർ നിയമനം കൊടുക്കുന്നു. മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും നിങ്ങൾ തന്നെയാണ് ഈ കേരളത്തിന്റെ മന്ത്രിമാരെ ഡൽഹിക്ക് വിളിച്ചു കൊണ്ടുപോയി നിരന്തരമായിട്ടുള്ള അവാർഡ് തരുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ അമേരിക്കയെ വരെ പിന്നിലാക്കി ശിശുമരണ നിരക്കിൽ കേരളം കുതിക്കുമ്പോഴും നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിന് അവാർഡ് നൽകുന്നത്. ഒറ്റ കാര്യം, ഇന്ത്യയുടെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഏക സംസ്ഥാനം എന്ന രൂപത്തിൽ എത്ര തവണയാണ് ഈ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചത്? പിറ്റേ ദിവസം ബജറ്റിൽ 1 രൂപ തന്നില്ലെങ്കിലും ചൂരൽമല മുണ്ടക്കൈയിൽ വന്ന് കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ച് റീല് നിർമ്മിച്ച് തിരിച്ചുപോയി നയാ പൈസ തന്നില്ലെങ്കിലും ഞങ്ങൾ അവിടെ ആ വീട് നഷ്ടപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് 410 വീട് നിർമ്മിച്ച് അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. 178 കൈമാറി, ഇനി ബാക്കിയുള്ളത് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് രംഗത്തും കേന്ദ്രാവഗണന നടക്കുമ്പോൾ ആ കേന്ദ്രാവഗണനക്കിടയിലും ബഹുദൂരം മുന്നോട്ട് പോയി ജനങ്ങൾക്ക് കൊടുത്ത് വാക്കു പാലിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ്. കേരളത്തിന് വലിയ കടമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ കേരളത്തിൽ വന്ന നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ കേരളത്തെ സോമാലിയയോടാണ് ഉപമിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ശ്രീലങ്കയോടാണ് ഉപമിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കടമുള്ള 18 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ കേരളം ഇല്ല എന്നും സാമ്പത്തികമായി കേരളം സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നും ബഹുദൂരം മുന്നിൽ പോയി എന്നും നിർമ്മല സീതാരാമൻ വരെ ഇന്ത്യയുടെ പാർലമെന്റിലടക്കം പ്രസംഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് BJP എത്ര നുണ പ്രചരിപ്പിച്ചാലും, BJP എത്ര ഘടകകക്ഷികളെ കൂട്ടിയാലും, 2020-യുടെ വോട്ട് കണ്ടുകൊണ്ട് അഹങ്കാരം കൊണ്ടാലും ആ 2020-യുടെ അവസ്ഥയൊക്കെ ഇപ്പോൾ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ ഒരു വോട്ടർ എന്ന രൂപത്തിൽ എനിക്കറിയാം. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടായി, അത് ആവർത്തിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞത്. 1.5 വർഷം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 140 നിയമസഭാ മണ്ഡലത്തിൽ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ കേരളത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്തതാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പൊളിറ്റിക്കൽ വോട്ട് വന്നപ്പോൾ 81 ചുരുങ്ങിയേ. ഞങ്ങൾക്ക് 19 നിയമസഭാ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഡ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളത് 57 ഉയർന്നു. ഈ കേരളത്തിൽ 10,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ 39 മണ്ഡലങ്ങളുണ്ട്. 5,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ 20 മണ്ഡലങ്ങളുണ്ട്. ഞങ്ങളുടെ MLA-മാർ നടത്തിയ മികച്ച വികസന പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള വിജയം നേടിയെടുക്കാൻ കഴിയും. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരിക്കലും പൂർത്തീകരിക്കില്ല എന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ആ പൂർത്തീകരിച്ചു. ഇപ്പൊ ദേശീയപാതയുടെ കണക്ക്, പണത്തിന്റെ കണക്കൊക്കെ BJP-യുടെ പ്രതിനിധി പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ PWD മിനിസ്റ്ററെ ആ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത്? അതുപോലെ തന്നെ എത്ര ഗൗരവത്തോടെ കേരളം അത് ചർച്ച നടത്തി. ഈ 2 റീച്ചുകളുടെ ഉദ്ഘാടനം നടക്കുമ്പോഴും കേരളം 5,580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്ത് തന്നില്ല എന്നിരുന്നാൽ ഈ ദേശീയപാത 2014 ഉപേക്ഷിച്ചു പോയത് തിരിച്ചു വരുമായിരുന്നോ? 17 വർഷം നേരത്തെയല്ലേ വിഴിഞ്ഞം പദ്ധതിയുടെ പണി പൂർത്തീകരിക്കാൻ പോകുന്നത്? അതുപോലെ എത്രയോ വികസന പ്രവർത്തനങ്ങളാണ് ഈ അടുത്ത കാലത്ത് കമ്മീഷൻ ചെയ്തത്. പെരുമ്പളം പാലമടക്കം 12,000 ജനസംഖ്യയുള്ള ഒരു നാടിനെ മറ്റു നാടുകളായിട്ട് കണക്ട് ചെയ്യുന്ന പാലമടക്കം, ടെട്രോപാഡ് അടക്കം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ചെല്ലാനത്ത്, അതുപോലെ ക്യാൻസർ റിസർച്ച് സെന്ററുകൾ അടക്കം
അവയവദാനത്തിന് പ്രത്യേകമായിട്ടുള്ള ഹോസ്പിറ്റലും റിസർച്ച് സെന്ററുകളടക്കം എത്രയോ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വികസന തുടർച്ചയാണ്. അതോടൊപ്പം തന്നെ 1 രൂപ പോലും പെൻഷൻ കുടിശ്ശികയില്ലാത്ത നാട്, പവർ കട്ടില്ലാത്ത 10 വർഷം, അഴിമതിയില്ലാത്ത 10 വർഷം, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ല, നിയമന നിരോധനമില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടില്ല, ട്രഷറി അടച്ചുപൂട്ടിയിട്ടില്ല, ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയില്ല, റേഷൻ മുടങ്ങിയിട്ടില്ല, സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടില്ല, പാഠപുസ്തകം മുടങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ കിടപ്പാടം ജപ്തി ചെയ്യില്ല എന്നുള്ള നിയമമടക്കം, അതുപോലെ ഭൂപതിവ് പട്ടയടക്കം എത്രയോ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും അതിന് കഴിയില്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ സംവാദങ്ങളാകാം, ചർച്ചയാകാം. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത ഏത് വാക്കാണ് പാലിക്കാൻ കഴിയാത്തത്? എവിടെയാണ് ഞങ്ങൾക്ക് കുറവുള്ളത്? ചൂണ്ടിക്കാണിച്ചോ? സംവാദങ്ങളാകാം. എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.